മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്കു സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്കു സൗഖ്യമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, അപസ്മാര രോഗികള്, അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവര്, പിന്നെ അതുപോലെ തന്നെ പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ഇങ്ങനെ വ്യത്യസ്തമായ രോഗങ്ങളാൽ ഉറക്കമില്ലാത്തവർ, അവരെല്ലാം കർത്താവ് സുഖപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഗർഭസ്ഥ ശിശുവിന് ജന്മന വൈകല്യമുണ്ടെന്ന് സ്കാൻ റിപ്പോർട്ടുള്ളവരെ ഇപ്പോൾ വയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവ് നിന്നെ കാര്യമുള്ള കുഞ്ഞിനെ തരും എന്ന ഉറപ്പോടുകൂടി നീ പ്രാർത്ഥിക്കണം. മക്കളില്ലാത്തവരും വയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. മക്കളില്ലാത്തവരും വയറ്റി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ആയിരങ്ങളെ നിന്ന് സുഖപ്പെടുത്തിയതാണ്. നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിശ്വാസത്തിന്, അന്ധവിശ്വാസത്തിന് വലിയ കാലങ്ങളിലാണ് കർത്താവ് ഞങ്ങൾ ജീവിക്കുന്നത്. കർത്താവേ, അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ഭൂമി കുലുങ്ങിയതുപോലെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ നീ സ്പർശിക്കണമേ കർത്താവേ. വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ അനുഭവിക്കുന്നവരെ സ്പർശിക്കണേ കർത്താവേ. മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. കാരണം ഗർഭസ്ഥ ശിശുവിന് അംഗവൈകല്യമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഗർഭസ്ഥ ശിശുക്കളെ സ്പർശിക്കണമേ കർത്താവേ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ കർത്താവ് ഫിസ്റ്റിലെ രോഗങ്ങൾ, അതുപോലെ തന്നെ കർത്താവ് പലതരത്തിലുള്ള അപസ്മാര രോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ജന്മനാ വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കന്മാരുടെ കണ്ണുനീരാണ് ഇപ്പോഴും ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ വിഷമതകൾ നിങ്ങളറിയാവുന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ സമർപ്പിച്ച് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട. പ്രിയമുള്ളവരെ, വാതരോഗങ്ങളെ സുഖപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവയവങ്ങൾ വളരാത്ത രോഗങ്ങളുണ്ട്. അതൊക്കെ അപൂർവ രോഗങ്ങളായത് കാരണം പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് പൊതുവായിട്ട് വെക്കാറില്ല. എങ്കിലും ശാരീരിക അവയവങ്ങൾ വളരാത്തതിൻ്റെ പേരിൽ വേദന അനുഭവിക്കുന്നവരെ കർത്താവ് മനസ്സിൽ കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ മക്കൾ, ആ അവയവങ്ങൾ അവിടെ തന്നെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയം. കൈ സൂക്ഷിച്ചു പോയവനെ കർത്താവ് സുഖപ്പെടുത്തിയത് നീ ഓർക്കണം. കർത്താവെ, ഞങ്ങൾ മഹത്വപ്പെടുന്നു കർത്താവ് നിന്നെ. ശാരീരിക അവയവങ്ങൾ സൂക്ഷിച്ചു പോയവരില്ലാത്തവരെയും കർത്താവ് സ്പർശിച്ച് പ്രാർത്ഥിക്കണമേ. യേശു ക്രിസ്തുവിന് വിശുദ്ധമായ വലതുകരം ആ അവയവങ്ങൾ സ്പർശിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങിയേ, തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയേ, തിരുരക്തത്താൽ കഴുകണമേ, പെരുമഴ
യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഭൗതിക സാഹചര്യത്തിൻ്റെ പ്രാതികൂല്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് വസ്തു വിൽക്കാത്തവരെ, കിടപ്പാടമില്ലാത്തവരെ, വീടില്ലാത്തവരെ, കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരുമ്പോൾ വീടിന് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നവർ, എൻ്റെ മക്കളെ, നിങ്ങളെ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ ദൈവത്തിനെ കൊണ്ട് നടക്കാനുള്ളതാണ് നിങ്ങൾ ചിന്തിക്കണം. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലെ വീടില്ലാത്ത മക്കളെ, വഴിയില്ലാത്തവരെ, കിടപ്പാടം വെക്കാൻ സ്ഥലമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗാതുരമായ അവസ്ഥകൾ കൊണ്ടും സാമ്പത്തിക തകർച്ച, രോഗങ്ങൾ വന്നതിൻ്റെ പേര്, ചികിത്സയുടെ പേരിൽ സാമ്പത്തികമായി തകർന്നു പോയവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോ, അവർക്കൊക്കെ വിശ്വാസം നൽകണമേ കർത്താവേ. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിതം തകർന്നവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടി കർത്താവിന് കൃപ ചൊരിയണ്ടേ. സ്തുതികളെ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. വിടുതലിൻ ആത്മാവേ, എന്നിൽ നിറയണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഏഞ്ചൽ മരിയ സെബാസ്റ്റ്യൻ. എൻ്റെ വീട് ഇവിടെ മുഹമ്മയിലാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ കൃപാസനം മാതാവിനെ പറ്റി കൂടുതൽ അറിയുന്നതും ആ പ്രാർത്ഥനയിലും തീക്ഷ്ണതയിലും കൂടുതൽ വളരുവാനായിട്ട് ആഗ്രഹിച്ചതൊക്കെ ആ ഒരു സമയത്താണ്. എൻ്റെ അമ്മയും അമ്മച്ചിയും ഒക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, അങ്ങനെ എനിക്കറിയാം. പിന്നെ പ്രധാനമായിട്ടും ഞാൻ നഴ്സിങ്ങിന് പഠിച്ചപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിട്ടിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരത്തി, അവൾ എനിക്ക് വന്ന് പത്രം തരുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിലെ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചത് വഴിയായിട്ടാണ് അമ്മയുടെ ഒരുപാട് അത്ഭുത കാര്യങ്ങളും എല്ലാം അറിയുകയും അതിലേക്ക് കൂടുതൽ ഞാൻ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതും അവൾ വഴിയായിട്ടാണ്. അപ്പോൾ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല നഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത്. എന്നാലും എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അവളാണെങ്കിലും അവളുടെ തൈലവും കാശ്രൂപവും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ തരും. അങ്ങനെയൊക്കെ ആയിരുന്നു പഠിക്കുന്ന സമയത്ത്. എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഫസ്റ്റ് ഇയർ ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് എന്നെക്കൊണ്ടെല്ലാം പറ്റും, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ, ഇതൊക്കെ എന്നൊക്കെ ഒരു ഇതിലാണ് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. പക്ഷേ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി, ഇത് എന്നെക്കൊണ്ട് തന്നെ നടക്കുന്ന പരിപാടിയൊന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തൊട്ട് ഞാൻ മാതാവിനെ കൂടെ കൂട്ടി. അതിനെന്നെ സഹായിച്ചത് എൻ്റെ കൂട്ടുകാരിയുമാണ്. എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ 5:30 നമ്മുടെ ദിവസം തുടങ്ങുന്നത്. അത് കഴിയുമ്പോൾ കുർബാനയ്ക്ക് കൂടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കും. പഠിക്കാനിരിക്കുന്നതിന് മുന്നേ തൊട്ട് മുന്നേ ആയിട്ട് അവൾ ഞങ്ങളുടെ എല്ലാവരുടെയും നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരച്ച് തരും. മാതാവിൻ്റെ വെഞ്ചരിച്ച തേന് ഞങ്ങൾ ഉപയോഗിക്കും. എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും 40 പേരാണ് ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങളുടെ കോളേജിൽ ഇതുവരെ 40 പേര് മൊത്തത്തോടെ ഫൈനൽ എക്സാം പാസ്സായിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ബാച്ചിലെ എല്ലാവരെയും ഒരുമിച്ച് പാസ് ഔട്ടാക്കി വിടണേ എന്നുള്ളതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്.
അപ്പോൾ എക്സാമിന് മെയിൻ എക്സാമിനൊക്കെ പൊക്കോണ്ടിരുന്നപ്പോഴത്തേനും ഉടമ്പടി എടുത്തിട്ടുള്ള കൂട്ടുകാർ അവരുടെ തൈലം ഉണ്ടല്ലോ, അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ തൈലം പിടിച്ച് നിൽക്കും. നമ്മളെല്ലാവരും ഇങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് വന്ന് അവരെല്ലാവരും നമ്മുടെ നെറ്റിൽ കുരിശ് വരച്ച് നമ്മുടെ വലത്തെ കൈൻ്റെ പത്തിയിലും കുരിശൊക്കെ വരച്ച് തന്നിട്ടാണ് നമ്മൾ എക്സാമിനൊക്കെ പൊക്കോണ്ടിരുന്നത്, യൂണിവേഴ്സിറ്റി എക്സാമിന്. അവസാനം റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും ഭയങ്കര അത്ഭുതമായിരുന്നു. ഞങ്ങൾ 40 പേര് ഒരുമിച്ച് BSc നഴ്സിംഗ് 4th ഇയർ നമ്മൾ പാസ്സായി. അന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണേലും ഉടമ്പടി എടുത്ത് നമ്മളിവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 2024 ഞങ്ങൾ പാസ് ഔട്ടായത്. ഇന്ന് ഞാനിപ്പോൾ മാതാവിൻ്റെ ആൾത്താരയിൽ അത് എല്ലാവരുടെയും മുന്നിൽ പറയുകയാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ ഈ നിമിഷം വരെ നടക്കുന്നത് എല്ലാം അത്ഭുതമാണ്, വലിയ ബ്ലെസ്സിങ്സ് ആണ് എൻ്റെ ലൈഫിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. നഴ്സിംഗ് കഴിഞ്ഞ് പാസ് ഔട്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇനി എന്നാ ചെയ്യണ്ടേ, ജോലിക്ക് കയറണോ അതോ ഇനി എന്തെങ്കിലും പഠിക്കണോ, അങ്ങനെ കുറേ ആലോചിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ വേറൊരു കൂട്ടുകാരി വരെയായിട്ട് അവൾ എന്നോട് പറഞ്ഞു, നമുക്കെന്നാ OET പഠിക്കാൻ പോവാം, പഠിത്തത്തിൻ്റെ ആ ഒരു ടച്ച് വിടുന്നതിന് മുന്നേ നമുക്ക് OET അങ്ങ് ക്ലിയർ ചെയ്താലോ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ OET പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. 3 മാസത്തെ കോഴ്സ് എടുത്ത് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് OETയുടെ എക്സാമിന് നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് വേണം. ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ മെയിനായിട്ടുള്ള ഐഡികളൊന്നുമില്ല. എന്ന് വെച്ചാൽ എൻ്റെ ആധാർ കാർഡിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എനിക്ക് ലൈസൻസ് ഇല്ല, എൻ്റെ ഇലക്ഷൻ ID കാർഡിന് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള IDs ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതിനെല്ലാത്തിനും ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടു. ആധാറിൻ്റെ കറക്ഷൻ അപ്ലൈ ചെയ്തിട്ടു, ID കാർഡിന് അപ്ലൈ ചെയ്തിട്ടു, പക്ഷെ ഒന്നും അങ്ങ് കയ്യിലോട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്പോർട്ട് ഓഫീസിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ പോയി. ഞാനിങ്ങനെ പോകുന്ന വഴി 11:30 എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഞാൻ കാറിലിരിക്കുന്ന വഴി ഞാനിങ്ങനെ ജസ്റ്റ് ഫോൺ നോക്കിയപ്പോഴത്തേനും എൻ്റെ ആധാർ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്, ആധാറിലെ കറക്ഷൻ ശരിയായി വന്നിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ ചെന്ന് പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ നടത്തി. അപ്പോഴും എനിക്ക് ഒരു ID പ്രൂഫിന് കുറവുണ്ട്. അതെന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിസ്റ്റേക്സാണ്, സ്പെല്ലിങ് മിസ്റ്റേക്കാണ്. അപ്പോൾ എനിക്കതൊന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവരെന്നെ തിരിച്ചു വിട്ടു. അവരെന്നോട് പറഞ്ഞു, ബാങ്കിലെ പാസ്ബുക്ക് ട്രാൻസാക്ഷൻ എല്ലാം ക്ലിയറാക്കി അത് അപ്ഡേറ്റ് ആക്കിയിട്ട് നാളത്തേന് വരാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഒരു ദിവസത്തേക്കിന് വേണ്ടിയിട്ട് പാസ്പോർട്ട് ഓഫീസിൽ വന്നേക്കുക. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം കൂടെ ലീവ് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല, കാരണം എക്സാം ഒക്കെ അടുത്തിരിക്കുക OETയുടെ. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുമെന്ന് ഭയങ്കര വിഷമിച്ചു. എന്നിട്ട് ഞാൻ ആലപ്പുഴയിൽ നിന്ന് തിരിച്ച് മുഹമ്മയ്ക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, എന്നാ ചെയ്യും, ഇങ്ങനെ നാളെയും കൂടി ഇനി പോകേണ്ടി വരും, അപ്പോഴും ശരിയാകുമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ ബാങ്കിൽ പോയി അതിൻ്റെ കാര്യങ്ങൾ എന്നാന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് ഒരു 4-5 പാസ്ബുക്കോളം ഇട്ട് നമ്മളെ ട്രാൻസാക്ഷൻ അതെല്ലാം പതിപ്പിച്ചാണ് എൻ്റെ 2020 മുതൽ 24 വരെയുള്ള എല്ലാ ട്രാൻസാക്ഷനും ഞാൻ പാസ്ബുക്കിൽ അങ്ങനെ കയറ്റി. അങ്ങനെ അതുമായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ലേറ്റായി. എപ്പോഴും എനിക്ക് ഭയങ്കര എന്നാ ഇനി ചെയ്യും, ഇനി പോകണോ, നാളെ ഇനി ക്ലാസ് പോകും എന്നൊക്കെ ഞാനിങ്ങനെ കുറേ വിഷമിച്ചിരിക്കുക. അപ്പോൾ അമ്മ എനിക്ക് ഉടമ്പടി കാശ് രൂപം തന്നു. അങ്ങനെ ഞാനത് കൈ പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്നാണേലും പോയി ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം, ഇനി എങ്ങനെ ശരിയായാലോ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി കാശ് രൂപം കയ്യിൽ പിടിച്ച് ഞാൻ പിന്നെയും പാസ്പോർട്ട് ഓഫീസിൽ തന്നെ പോയി. ഉച്ച കഴിഞ്ഞിട്ട് ഞാനവിടെ ചെന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. അവരൊക്കെ ഇങ്ങനെ ആരോ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയ, ഭയങ്കര ചിരിച്ച് പ്ലസൻ്റായിട്ട്. ആദ്യം അപ്പോയിൻമെൻറ്റ് സമയത്ത് ഓരോന്നേയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് തിരിച്ചു പോയ ഒരാളോട് ബിഹേവ് ചെയ്യുന്ന പോലെയല്ല, വന്നപ്പോഴത്തേനും ഭയങ്കര കാര്യമായിട്ട് അവരെന്നെ വെൽക്കം ചെയ്ത് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലിയർ ആക്കി തന്നു. അന്ന് തന്നെ പാസ്പോർട്ട് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റി. അത് അമ്മയുടെ ഉടമ്പടി കാശ് രൂപത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ്. കാരണം നമ്മൾ മാനസികമായിട്ട് ചിന്തിക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു സമയം കൊണ്ട് എൻ്റെ കയ്യിൽ അത് ചെയ്ത് തീർക്കാനുള്ള ഡോക്യുമെൻറ്റ്സോ പ്രൂഫോ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അതൊക്കെ പക്ഷേ ആ ഒരു സമയപരിധിക്കുള്ളിൽ എല്ലാം ക്ലിയർ ആക്കി കിട്ടി. എനിക്ക് അന്നുകൊണ്ട് പാസ്പോർട്ടിൻ്റെ എല്ലാം അപ്ലൈ ചെയ്ത് ക്ലിയർ ആക്കി കിട്ടി. അങ്ങനെ ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. കോയമ്പത്തൂരാണ് പോയത്. അവിടെ ചെന്ന് എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേയും ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും കാശ് രൂപം കയ്യിൽ കൊണ്ടുപോകുകയും ചെയ്തിട്ടാണ് പോയത് എക്സാമിന്.
എക്സാം ഒക്കെ കഴിഞ്ഞു, തിരിച്ചിങ്ങോട്ട് ഇറങ്ങി. ഫ്രണ്ട്സ് ഒരു 10-14 പേരുണ്ടായിരുന്നു. എല്ലാവരും ഒക്കെ നമ്മൾ എക്സാം കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ എല്ലാവരും ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. കുറേ പേര് പറഞ്ഞു ഭയങ്കര ടഫായിരുന്നു, കുറേ പേര് പറഞ്ഞു എനിക്ക് ചില മൊഡ്യൂളിലൊക്കെ ഈസി ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്കിത് രണ്ടും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എളുപ്പമാണോ എന്ന് പറയണമെന്നും അറിയത്തില്ല, പാടാണോ എന്ന് പറയണമെന്നും അറിയത്തില്ല, എന്താ എഴുതിയേക്കുന്നത്, എന്നതാ സ്പീക്കിങ്ങിനൊക്കെ പറഞ്ഞതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഭയങ്കര എന്തുവാ ടെൻഷനില്ല, പാസ്സാകുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനൊന്നുമില്ല. പക്ഷേ എളുപ്പമാണോ പാടാണോ എന്ന് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ എന്തോ ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഞാൻ അതിനെപ്പറ്റിയിട്ട് അങ്ങനെ ഭയങ്കര ബോധേഡായില്ല. കാരണം എൻ്റെ കയ്യിൽ ഞാൻ ഉടമ്പടിക്കാശ് രൂപവും അമ്മയുടെ തൈലം കൊണ്ട് ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചിട്ടുമാണ് പോയേക്കുന്നത്. അപ്പോൾ പിന്നെ ബാക്കി അമ്മ നോക്കിക്കോളും എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതിൻ്റെ കാര്യമേ വിട്ടു. സെപ്റ്റംബർ 24 എൻ്റെ OETയുടെ റിസൾട്ട് വന്നപ്പോഴത്തേനും എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ OET ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അത് എൻ്റെ അടുത്ത സാക്ഷ്യമാണ്. പിന്നെ ഇങ്ങോട്ട് എനിക്ക് അയർലൻഡ് സ്കോറാണ് കിട്ടിയത്. അപ്പം അയർലൻഡിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ആ വഴി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ DLന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം എന്നേക്കാൾ ഞാൻ കഴിഞ്ഞിട്ട് DLന് അപ്ലൈ ചെയ്ത എൻ്റെ ഫ്രണ്ട്സിന് വരെ DL കിട്ടി. അപ്പോൾ എനിക്കങ്ങ് ടെൻഷനായി. അവർക്ക് കിട്ടിയതിൽ സന്തോഷം, പക്ഷേ എൻ്റെത് വരാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചെയ്തതിൽ എന്തായാലും എറർ വല്ലതും വന്നു കാണോ എന്ന് ഭയങ്കര ടെൻഷനാവാൻ തുടങ്ങി. അപ്പോൾ അത് ഓഗസ്റ്റ് 11 അപ്പോൾ ഞാൻ മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു, അമ്മേ ഓഗസ്റ്റ് 15 അമ്മയുടെ സ്വർഗാരോപണത്തിന് മുന്നേ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം എന്നെ അങ്ങ് ഹാപ്പി ആക്കണേ, അല്ലെങ്കിൽ അതിൽ മുന്നേ എൻ്റെ DL തന്ന് എന്നെയും കൂടെ അങ്ങ് ഹാപ്പി ആക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഓഗസ്റ്റ് 14 ആയപ്പോഴത്തേക്കിനും എനിക്കും മെയിൽ വന്നു, എൻ്റെ DL അപ്രൂവായി. അങ്ങനെ അതെൻ്റെ അടുത്ത സാക്ഷ്യമാണ്. പിന്നെ അതിനുശേഷം ഇൻ്റർവ്യൂ കിട്ടണമല്ലോ. എൻ്റെ ഒരുപാട് സീനിയേഴ്സ് OET ക്ലിയർ ചെയ്ത് DL അപ്രൂവായി എല്ലാം കഴിഞ്ഞിട്ടും അവർക്ക് ഇൻ്റർവ്യൂസ് കിട്ടുന്നില്ല. അങ്ങനെ പലരുടെയും ഇത് എക്സ്പയർ ആയിപ്പോയിട്ടുണ്ട്. OET ആണെങ്കിലും DL ആണെങ്കിലും. DLന് 1 ഇയർ വാലിഡിറ്റിയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എക്സ്പയർ ആയിപ്പോയ കുറേ സീനിയേഴ്സിനെ എനിക്കറിയാം. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ദൈവമേ ഇനി അങ്ങനെ ഇൻ്റർവ്യൂ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചതെല്ലാം അങ്ങ് കയ്യിൽ നിന്ന് പോകത്തില്ല, ഇനി എന്നാ ചെയ്യുമെന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷേ എൻ്റെ അയർലൻഡിലുള്ള എൻ്റെ ഒരു ചേട്ടനും ചേച്ചിയും എൻ്റെ കസിൻസ് വഴിയായിട്ട് എനിക്കും ഒരു ഇൻ്റർവ്യൂ ശരിയായി. അത് മാതാവിൻ്റെ വലിയൊരു പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നു. കാരണം എൻ്റെ ലൈഫിൽ ഓരോ ഡിസിഷൻ എടുക്കാനും ഓരോരുത്തർ മാതാവ് പറഞ്ഞു വിട്ട പോലെ ഓരോരുത്തർ എൻ്റെ ലൈഫിലേക്ക് വരികയും കറക്റ്റായിട്ടുള്ളൊരു ഡയറക്ഷനിലേക്ക് എന്നെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യമായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയത്. ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ആ സമയത്ത് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഞാനൊരു 5 നൈറ്റൊക്കെ ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് എന്താ ചിന്തിക്കേണ്ടതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. അത്രയ്ക്കുള്ള ബോധം പോലും എനിക്കില്ല ആ സമയത്ത്. ഇൻ്റർവ്യൂ നമുക്കങ്ങ് നീട്ടി വെക്കാനും പറ്റത്തില്ല. എന്താണേലും ഞാനത് അറ്റൻഡ് ചെയ്യണം. അപ്പോഴും ഞാൻ ഇത് തന്നെയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഞാനപ്പോൾ ഹോസ്റ്റലിലായിരുന്നു. എനിക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പാകത്തിനുള്ളൊരു അറ്റ്മോസ്ഫിയർ ആ ഹോസ്റ്റലിലില്ലായിരുന്നു. ഒച്ചപ്പാടും ബഹളവും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഇങ്ങനെ നിറഞ്ഞ് നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു അരമണിക്കൂർ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാനോ പറ്റിയ ഒരു സാഹചര്യം എനിക്കില്ലായിരുന്നു. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടും ഇല്ലായിരുന്നു. ജസ്റ്റ് എന്തൊക്കെയോ വായിച്ചു എന്നല്ലാണ്ട് ഒരു സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യത്തിന് എനിക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല. അപ്പോഴും ഞാൻ ചെയ്തത് ഇത് തന്നെ ഉള്ളൂ. മാതാവിൻ്റെ കാശ് രൂപം മുറുക്കെ പിടിച്ചുകൊണ്ടായിരുന്നേ. കയ്യിലിങ്ങനെ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് ഒരു കയ്യിൽ കാശ് രൂപം കൊണ്ട് മുറുക്കെ പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും തേൻ കഴിക്കുകയും ഒരു നുള്ളു ഉപ്പൊക്കെ എടുത്ത് വായിലിട്ട് വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് വഴി. കാരണം ഞാൻ നഴ്സിംഗ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ എന്നാണേലും എവിടെ എത്തത്തില്ല. അതിന് മാതാവ് ഈശോ എൻ്റെ കൂടെ ഉണ്ടായാലും മാത്രമേ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ നല്ല ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ ഒറ്റ ബലത്തിൽ ഞാൻ ആ ഇൻ്റർവ്യൂവിന് ഞാൻ ഇരുന്നത്. ആ ഇൻ്റർവ്യൂ ആദ്യത്തെ ആ ഇൻ്റർവ്യൂ തന്നെ കിട്ടുകയും ജോലിയുടെ കാര്യം ഏകദേശമൊക്കെ ഉറപ്പാകുകയും ചെയ്തു. അതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് 2026 മാർച്ചിന് മുന്നേ ആയിട്ട് എന്നെ അയർലൻഡിൽ എത്തിക്കണേ. മാർച്ചിൽ എൻ്റെ ബർത്ത്ഡേയാണ്. അതാണ് അങ്ങനെ ഒരു മന്ത് ഞാൻ ചൂസ് ചെയ്തത് അങ്ങനെയാണ്. മാർച്ചിന് മുന്നേ ആയിട്ട് എന്നെ ഒന്ന് അയർലൻഡിൽ എത്തിക്കണം, എനിക്ക് അവിടെ ഒരു ജോലി തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതെൻ്റെ പ്ലാനായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഈശോയുടെയും പ്ലാൻ കുറേ കൂടെ ബെറ്ററായിരുന്നു. എന്നെ ഈ മാസം തന്നെ അയർലൻഡിൽ ഞാൻ പോവാണ്. ഞാൻ ഈ വരുന്ന 12 ഫ്രൈഡേ ഞാൻ അയർലൻഡിൽ ജോബിന് വേണ്ടിയിട്ട് പോവാണ്.
അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. എല്ലാം ഈശോയുടെ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെയും ആ ഒരു ഭക്തിയുടെ ഒക്കെ ഭാഗമായിട്ട് മാത്രമാണ് എനിക്ക് ഇന്നിപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്കൊരു ജോലി കിട്ടുകയും ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഈശോയുടെയും വലിയ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിന് ഞാൻ ഒരിക്കൽ കൂടി മാതാവിനോടും ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പത്രം കൊടുക്കുക എന്ന് തന്നെയായിരുന്നു. കാരണം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആവശ്യമുള്ളവരെ ഒരുപാട് കണ്ടുമുട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് വേദനിക്കുന്നവരെയും നമുക്കറിയാലോ. ഇപ്പോൾ ഒരു അസുഖം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, അല്ലെങ്കിൽ മരുന്നുകൊണ്ട് മാത്രമല്ല ഒരു മനുഷ്യനെ സുഖപ്പെടുത്താൻ സാധിക്കുന്നത്. ഇപ്പം നമ്മുടെ കുറച്ച് നല്ല വാക്കുകളായിരിക്കാം, നമ്മൾ ഷെയർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അവർക്ക് ഭയങ്കര ഒരു അനുഭവമായിരിക്കും. അവർക്ക് അവരുടെ വിഷമങ്ങൾ കുറേയൊക്കെ മറക്കാനും ഒക്കെ നമ്മൾ കാരണം അവർക്ക് സാധിക്കും. അപ്പോൾ ഞാൻ കണ്ടുമുട്ടുന്നവർക്ക്, ഹോസ്പിറ്റലിൽ കാണുന്നവർക്കും, അതുപോലെ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ബസ്സിലും ബസ് സ്റ്റാൻഡിലൊക്കെ കാണുന്നവർക്കൊക്കെ ആയിരുന്നു പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ നമ്മളെ അങ്ങ് കളിയാക്കി വിടുന്ന പോലെ തോന്നും. വാങ്ങിച്ചില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട്, അവർ തിരിച്ചെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പം അമ്മയാണ് എന്നോട് പറഞ്ഞത്, നമ്മളിങ്ങനെ പത്രം കൊടുക്കുമ്പോഴത്തേനും അവർ തിരിച്ച് നമ്മളെ കളിയാക്കുമോ, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയൊക്കെ സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി ബ്ലെസ്സിങ് ആയിരിക്കും കിട്ടുന്നത്. അതിന് ഉറപ്പായിട്ടും ഒരു റിസൾട്ട് നമുക്ക് കിട്ടും, അതിനൊരു ആൻസർ ഉണ്ട് എന്ന് എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പിന്നെ അതൊരു പ്രശ്നമല്ലാണ്ടായി. കൊടുക്കുമ്പോഴത്തേനും തിരിച്ച് കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കങ്ങ് സന്തോഷമായി പിന്നെ. കാരണം അതിനെന്താണേലും എനിക്കൊരു ആൻസർ കിട്ടും. നമ്മൾ ബൈബിളിൽ പറയുന്ന പോലെ ദൈവത്തെ പ്രതി നമ്മൾ പരിഹാസത്തിനും നിന്ദനങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. നമുക്ക് അവിടെ അനുഗ്രഹം ഉറപ്പാണ്. അപ്പം എന്നെ ഇവിടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഉടമ്പടി പത്രം നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് മടിയോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്നാ വിചാരിക്കും എന്നൊക്കെ നിങ്ങൾക്കൊരു തോന്നലോ വല്ലതും ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമോ, ഉടമ്പടി പത്രം കൊടുക്കുന്നതുകൊണ്ടോ കൃപാസന മാതാവിനെ ചൊല്ലിയോ നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുകയോ മറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഉറപ്പായിട്ടും ബ്ലെസ്സിങ് കിട്ടും. നിങ്ങൾ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് എപ്പോഴും കാര്യങ്ങൾ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം എൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഞാൻ അടുത്ത വർഷത്തേക്കിന് പോകണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ മാതാവിൻ്റെ പദ്ധതി എന്നെ ഈ വർഷം തന്നെ കൊണ്ടുപോകാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മാതാവിന് നമ്മളെ എല്ലാവരെയും പറ്റിയിട്ട് നല്ലൊരു പദ്ധതിയുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും അപ്പുറമായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടും ഇരട്ടി ബ്ലെസ്സിങ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളത് സ്വീകരിക്കാൻ മാത്രം തയ്യാറായാൽ മതി. നമ്മൾ ക്ഷമയോടെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ ഉടമ്പടിയിലായിരിക്കുമ്പോഴത്തേനും ബൈബിൾ വായിക്കാനാണേലും ഒക്കെ ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെക്കൊണ്ട് കറക്റ്റായിട്ടങ്ങ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ടൈം മാറ്റി വയ്ക്കുന്നുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായിക്കാനും പേഴ്സണൽ പ്രെയറിനാണേലും ദിവസവും നമ്മുടെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നതിനാണേലും എല്ലാ ദിവസവും വിഷ്ണു കുർബാനയ്ക്ക് പോകാനാണേലും എല്ലാത്തിനും ഇപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് എനിക്കുണ്ട്. അപ്പം ഇതെല്ലാം മാതാവ് തന്നൊരു ബ്ലെസ്സിങ്ങാണ്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ആദ്യം തന്നെ കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഡെയ്സി ജോഷി, ഇതെൻ്റെ മകൾ ഒലിവിയ. ഞങ്ങൾ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ ഒരു അധ്യാപികയായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ അറിയുന്നത് എൻ്റെ സഹപ്രവർത്തകയിൽ നിന്നാണ്. ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ എനിക്കും അതിൻ്റെ നിബന്ധനകൾ പാലിക്കാൻ സാധിക്കുമോ എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. എങ്കിലും 2022 മെയ് 9 ഞാനിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അന്ന് അച്ഛൻ പറഞ്ഞ ഒരു ടോക്കിൽ ഉടമ്പടിയിലെ നിബന്ധനകൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ നിബന്ധനകൾ നമ്മൾ എന്നേ പാലിക്കേണ്ടതായിരുന്നു. എങ്കിലും അവിടെ പറഞ്ഞതുപോലെ 6 നിയോഗങ്ങളും ഞാൻ അതിലെഴുതി. അതിലൊരു നിയോഗമായിരുന്നു എൻ്റെ മകളുടെ ജോലിയും
വിവാഹവും. പല വിവാഹാലോചനകൾ വന്നിട്ടും ഒന്നും നടക്കാത്തൊരവസ്ഥ. എല്ലാം ദൈവം തന്നിട്ടും എന്തോ ഒരു തടസ്സം പോലെ ഞാൻ ആ സമയങ്ങളിലെല്ലാം മനമുരുകി ഈശോയോടും കൃപാസനം മാതാവിനോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. നിബന്ധനകളെല്ലാം പാലിച്ചു. എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു: ദൈവവിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു മകനെ തരണമേ എന്നായിരുന്നു. പ്രാർത്ഥനകൾക്കൊടുവിൽ ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം ഞാൻ എന്നും കൂടാറുണ്ട്, ഷെയർ ചെയ്യാറുമുണ്ട്. ധ്യാനം കൂടിയതിന് ശേഷം പതിവ് പോലെ മൊബൈലിലെടുത്തു. അതിലൊരു പ്രൊഫൈൽ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഇത് നടക്കും എന്നൊരു തോന്നലുണ്ടായി. വീട്ടിൽ പറഞ്ഞു. ഞങ്ങൾ അതുമായി മുന്നോട്ട് പോയി. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞോണം ആ വിവാഹം അത് തന്നെ മംഗളകരമായി നടന്നു. ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാൾ ഉപരിയായി നല്ലൊരു സ്വഭാവമുള്ള കുടുംബത്തിലെ നല്ലൊരു മകനെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. ഇനിയുള്ള കാര്യം മകൾ പറയും. ആദ്യമേ തന്നെ മാതാവിന് 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഒലീവിയ. ഞാൻ ഒരു ഡെൻറ്റിസ്റ്റാണ്. ഞാനിപ്പോൾ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ 2023 മെയ്യിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ അർപ്പിച്ച എൻ്റെ നിയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എൻ്റെ ജർമ്മൻ ലൈസൻസിങ് എക്സാമും അതുപോലെ തന്നെ എൻ്റെ ലാംഗ്വേജ് എക്സാമും. എൻ്റെ B1 ലെവൽ വരെ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ പോയെങ്കിലും B2 എക്സാം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടേറിയതായിരുന്നു. 1ഉം 2ഉം തവണ ഞാൻ അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്ക് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ആ സമയങ്ങളിലെല്ലാം എനിക്ക് എന്നോടുള്ള വിശ്വാസം തന്നെ പോയി. കാരണം എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എന്നെ കൊണ്ട് ഒക്കുമോ എന്നുള്ള സംശയങ്ങളായിരുന്നു. പക്ഷേ എങ്കിലും മാതാവിനോടുള്ള വിശ്വാസം ഞാൻ പൂർണ്ണമായും മുറുകെ പിടിച്ചിരുന്നു. അതിനുശേഷം ഞാൻ കൊടുത്ത എക്സാമിന് ഞാൻ പൂർണ്ണമായും പ്രാർത്ഥിച്ച് എൻ്റെ കാശുരൂപ എൻ്റെ ഇടത്തെ കൈ വെച്ച് തൈലം ഒരു ഡ്രോപ്പ് ഞാൻ എൻ്റെ ആൻസർ ഷീറ്റിലും കൂടി ഇട്ടിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് മുഴുവനും. അതിൻ്റെ ഫലമെന്നോണം എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പോലും ഞെട്ടി. എനിക്ക് വളരെ നല്ല മാർക്കോടുകൂടിയാണ് ഞാൻ B2 എക്സാം പാസ്സായത്. അതിനുശേഷം ഞാൻ എൻ്റെ ജർമ്മൻ ലൈസൻസിങ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷേ ഏകദേശം 1 വർഷത്തോളം ഞാൻ കാത്തിരുന്നു എനിക്കൊരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ മെയിൽ കിട്ടാനായിട്ട്. ഒത്തിരി തവണ ഞാൻ മെയിൽ അയച്ച് ചോദിച്ചെങ്കിലും എനിക്കൊരു റിപ്ലൈയും കിട്ടിയില്ല. ആ സമയങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മുമ്പെങ്കിലും ഒന്നും കൂടെ വളരെ നല്ല രീതിയിൽ എല്ലാ ദിവസവും കാലത്ത് 5:30 എണീറ്റ് ആ ഉടമ്പടി പ്രാർത്ഥന വളരെ കൃത്യമായിട്ട് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും ഈ സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാതെയും ചാരിറ്റി ആണെങ്കിലും ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യാനായിട്ടും എനിക്ക് സാധിച്ചു. അതുപോലെ മാതാവിലേക്കും ഈശോയിലേക്കും കുറച്ചും കൂടെ അടുക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഇരിക്കെ എനിക്ക് ഒരു ദിവസം എനിക്കൊരു കൺഫർമേഷൻ മെയിൽ വന്നു, എനിക്കിനി ഡേറ്റ് എടുക്കാം എക്സാമിന് വേണ്ടി. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു നാട്ടിലേക്ക് വരാൻ. അതുകൊണ്ട് ഏറ്റവും അടുത്തൊരു ഡേറ്റ് ആയിരുന്നു എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു എനിക്ക് ആ എക്സാം എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും, മാതാവിൻ്റെ കൂടെയുണ്ടെന്ന് പൂർണ്ണമായ വിശ്വാസം ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ഇതെല്ലാം എനിക്ക് ലഭിച്ചത് മാതാവിൽ നിന്നുള്ള പ്രത്യേക മാധ്യസ്ഥത്താൽ ഈശോയിൽ നിന്ന് ലഭിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ എനിക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞാൻ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാനിവിടെ എല്ലാ മാസത്തിലും വരികയും കൃപാസനം പത്രം വാങ്ങിക്കുകയും ചെയ്യാറുണ്ട്. അത് ജാതി മതഭേദമന്യേ എല്ലാവർക്കും വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി അവരെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കാറ്. പിന്നെ ഞാനൊരു മതബോധന അധ്യാപികയാണ്. അതുകൊണ്ട് ഈശോയെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഞാൻ പരമാവധി ഉപയോഗപ്പെടുത്താറുണ്ട്. ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ചൊല്ലുന്നതിലല്ല ചെയ്യുന്നതാണ് പ്രധാനം. ഉടമ്പടിയിൽ അതാണല്ലോ അത്. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്, അവിടുത്തെ രോഗികളെ സന്ദർശിക്കാറുണ്ട്, അവരെ ആശ്വസിപ്പിക്കാറുണ്ട്, എനിക്ക് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ മുമ്പിൽ
കൈനീട്ടുന്ന, അവരാരൊക്കെ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അവർക്ക് പരമാവധി സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. പണ്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ ഉടമ്പടി വഴിയാണ് എനിക്കതൊക്കെ ലഭിച്ചത്. അതുമാത്രമല്ല, ഉടമ്പടിയിൽ നമുക്ക് എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടായാലും, പ്രതിസന്ധികളുണ്ടായാലും, എന്തൊക്കെ ആരോപണങ്ങളുണ്ടായാലും അതിനെല്ലാം ഒരു ധൈര്യം കിട്ടുന്നത് മാതാവും ഈശോയും നമ്മുടെ കൂടെയുണ്ടല്ലോ. ആ കാശുരൂപം മുറുകെ പിടിക്കുമ്പോൾ നമുക്കതിനുള്ളൊരു ശക്തിയും പ്രചോദനവും ഒരു ധൈര്യവും ഒക്കെ ലഭിക്കും. പിന്നെ എൻ്റെ കുടുംബത്തിൽ ഇവിടെ ഉടമ്പടിയിൽ വെച്ചതും അല്ലാത്തതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഞാനും എൻ്റെ കുടുംബവും ഈശോയോടും മാതാവിനോടും കോടാനുകൂടി നന്ദി പറയുന്നു. അതുമാത്രമല്ല, തുടർന്നും ഇതുപോലെയുള്ള ഒരു സാക്ഷ്യം, വലിയൊരു സാക്ഷ്യം ഈ കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ആൾത്താരയിൽ നിന്ന് പറയുവാൻ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈശോയ്ക്കും നന്ദി, കൃപാസനം മാതാവിനും 1000 നന്ദി.